ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്കറിയാം 10th പ്രിലിംസിന്റെ 3ാം ഘട്ട പരീക്ഷ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത പരീക്ഷകൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഈ പരീക്ഷയെ നമുക്ക് വിശദമായിട്ട് തന്നെ കീറി മുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ പരീക്ഷ? ഫസ്റ്റും സെക്കൻഡും ഫേസിനെ അപേക്ഷിച്ച് ഇന്ന് എഴുതിയവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറയണേ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ക്ലാസ് എന്ന് പറയുന്ന ക്വസ്റ്റൻ ആൻസർ ആയിട്ടല്ല, ഞാൻ ഏകദേശം 32 ആദ്യത്തെ സെക്ഷൻ ലെവലിലെ 32 ക്വസ്റ്റൻസ് എടുത്തിട്ടുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അത് നമ്മൾ വിശദമായിട്ട് തന്നെ നമുക്ക് കീറി മുറിച്ച് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പഠിച്ചു പോകാം. നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അയ്യങ്കാളി ജനിച്ചതെന്ന്. എന്നാണ്? 1863 കോമൺലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. എന്നാണ്? 1863 ഓഗസ്റ്റ് 28. കണ്ടോ, വർഷം തന്നേക്കണം നോക്കിക്കേ, അവർ എല്ലാം ഒരേ വർഷം വെച്ച് തന്നെ തന്നിരിക്കുന്ന. ഇനി അപ്പൊ അതേപോലത്തെ ഒരു വർഷം നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു വർഷമുണ്ട്. ഏതാണ്? ഓഗസ്റ്റ് 25. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓഗസ്റ്റ് 25ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ്. ചട്ടമ്പി സ്വാമികളാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഈ പറയുന്ന ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ അയ്യങ്കാളിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ അറിയാം? 1863 ഓഗസ്റ്റ് 28 ജനിച്ചു. അതേപോലെ തന്നെ 1941 ജൂൺ 18 അദ്ദേഹം മരിക്കുന്നത്. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു ദിവസമാണ് എന്ത്? 1911 ഡിസംബർ 5. 1911 എന്താണ് പ്രത്യേകത? അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1911. ഇനി 1893 എന്താണ് പ്രത്യേകത അദ്ദേഹവുമായി ബന്ധപ്പെട്ട്? അന്നാണ് വില്ലുവണ്ടി സമരം. എന്താണ്? വില്ലുവണ്ടി സമരം നടന്നു. അതേപോലെ തന്നെ 1907 എന്താണ്? അന്നാണ് സാധുജന പരിപാലിനി എന്ന അദ്ദേഹത്തിന്റെ സംഘടന രൂപം കൊള്ളുന്നത് 1907. അതേപോലെ തന്നെ 1915 എന്താണ് പ്രത്യേകത? അന്നാണ് കല്ലുമാല സമരം അഥവാ പെരുന്നാട് ലഹള എന്നൊക്കെ പറയുന്നത്. അതേപോലെ പുലയ രാജ എന്നറിയപ്പെടുന്ന ആരാണ്? ഈ പറയുന്ന പുലയ രാജ എന്നറിയപ്പെടുന്ന അയ്യങ്കാളിയാണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജിയാണ് അദ്ദേഹത്തെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത്. അതേപോലെ തന്നെ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് അയ്യങ്കാളിയെ പറ്റി ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അയ്യങ്കാളി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ ഏതെങ്കിലും റാങ്ക് ഫയലൊക്കെ എടുത്തൊന്ന് വായിച്ചിട്ട് വേണം അടുത്ത പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരുടെ പേരുകൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, EV രാമസ്വാമി നായ്ക്കർ സ്മാരകം. ഇത് നമുക്ക് എന്താണ്? കറണ്ട് അഫെയർ ആണ്. എവിടെയാണ്? വൈക്കം. EV രാമസ്വാമി നായ്ക്കർ നമുക്കറിയാം. എന്താണ്? വൈക്കം ഹീറോ എന്നറിയപ്പെട്ടത് EV രാമസ്വാമി നായ്ക്കറാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം വൈക്കത്ത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? MK സ്റ്റാലിനാണ്. MK സ്റ്റാലിൻ ആരാണ്? തമിഴ്നാട് മുഖ്യമന്ത്രിയായ MK സ്റ്റാലിനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം നമുക്കിവിടെ വന്ന സമയത്തൊക്കെ ഭയങ്കര എന്തായിരുന്നു? 2024 ലാസ്റ്റിൽ എന്തുവായിരുന്നു ഈ സംഭവം നടക്കുന്നത്? ഒക്ടോബറോ നവംബർ ഒരു സമയത്ത് എന്തുവായിരുന്നു ഈ വൈക്കം ഈ സ്മാരകത്തിന്റെ ഉദ്ഘാടനം? ഡിസംബർ ആണെന്ന് തോന്നുന്നു, ഏതോ ഒരു ദിവസമാണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആണ് 2023 ലാസ്റ്റ് ആയിട്ട് നടന്നൊരു സംഭവമായിരുന്നു. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം വൈക്കത്താണ്. അതാരാണ്? MK സ്റ്റാലിനാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം അറിയപ്പെടുന്ന അതെന്താണ്? തന്തൈ പെരിയാർ സ്മാരകം എന്നാണ് അത് അറിയപ്പെടുന്നത്. തന്തൈ പെരിയാർ സ്മാരകം, അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. തന്തൈ പെരിയാർ സ്മാരകം എന്നറിയപ്പെടുന്ന ആരുടേതാണ്? EV രാമസ്വാമി നായ്ക്കറുടേതാണ്. വൈക്കത്താണ്. കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന പരിഷ്കർത്താവ് ആരാണ്? VT ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, മഹാദേവ ഗോവിന്ദ റാനഡെ, വൈകുണ്ഠസ്വാമി. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഈസി ആയിരുന്നു ക്വസ്റ്റ്യൻ അല്ലെ? മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. അഥവാ എന്താണ്? MG റാനഡെ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പഠിക്കുന്ന എന്താണ്? പൂനെ സാർവജനിക് സഭ അല്ലെ? പൂനെ സാർവജനിക് സഭയുടെ സ്ഥാപകനാണ് ആര്? MG റാനഡെ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും കേരളവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളാണ്. നെക്സ്റ്റ് നോക്കാം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന മലയാളി ആരാണ്? അത് സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ നമുക്കറിയാം. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? HN ഗുൻസ്രു ഉണ്ടായിരുന്നു. അതേപോലെ ഫസൽ അലി, നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്, ഫസൽ അലി കമ്മീഷൻ. അതാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. 1953 ഈ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ഇതിൻ പ്രകാരമാണ് 1956 14 സംസ്ഥാനങ്ങളും
എന്താ 6 യൂണിയൻ ടെറിട്ടറിയുമായിട്ട് നമ്മുടെ ഇന്ത്യ എന്ന ഒരു രാജ്യം ഇന്ത്യ രൂപം കൊള്ളുന്ന ആ സമയത്താണ് 1986 എന്ത് ചെയ്യുന്നത് 14 സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറിയൊക്കെ ആയിട്ട് ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നത് പുനഃസംഘടനാ കമ്മീഷന്റെ പറയുന്ന കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമായിരുന്നു അങ്ങനെയാണ് നമ്മുടെ 1986 നമ്മുടെ കേരളപ്പിറവി അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തരായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എന്റെ ജീവിതകഥയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ആരുടേതാണ് എന്റെ ജീവിതകഥ എന്ന ആത്മകഥ? നമ്മൾ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്ന പേര് അല്ലെ. എന്റെ ജീവിതകഥ ആരുടേതാണ്? AK ഗോപാലന്റേതാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്താ, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് ആര്? ഈ പറയുന്ന AKG എന്ന് പറയുന്ന AK ഗോപാലൻ. അതേപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് എവിടെ മുതൽ എവിടം വരെയാണ്? കണ്ണൂരിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നയിക്കുന്നത് AKG ആണ്. അതേപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലനാണ്. അതേപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ജാഥ നമുക്ക് പഠിക്കാനുണ്ട്. ഏതാണ്? പട്ടിണി ജാഥ എവിടെ മുതൽ എവിടം വരെയായിരുന്നു? കണ്ണൂർ മുതൽ മദ്രാസ് വരെ. 1936 ഇദ്ദേഹം എന്ത് നടത്തുന്നത്? പട്ടിണി ജാഥ നടത്തുന്നത്. അതേപോലെ AKG സെന്റർ എവിടെയാണ്? AKG സെന്റർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. എങ്കിൽ AKG ഭവൻ എവിടെയാണ്? AKG ഭവൻ സെന്റർ ആണ് തിരുവനന്തപുരം. AKG ഭവൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂഡൽഹിയിലാണ് AKG ഭവൻ ഉള്ളത്. അതേപോലെ AKG ദിനം എന്നാണ്? AKG ദിനം എന്ന് പറയുന്നത് മാർച്ച് 22 AKG ദിനം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നയിച്ചത് ആരാണ്? ഈ പറയുന്ന AK ഗോപാലനാണ്. അതേപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ്. കണ്ണൂർ മുതൽ മദ്രാസ് വരെ 1936 പട്ടിണി ജാഥ നയിച്ചു. AKG സെന്റർ തിരുവനന്തപുരത്തും AKG ഭവൻ ന്യൂഡൽഹിയിലും AKG ദിനം മാർച്ച് 22 നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത്. ഈ ക്വസ്റ്റ്യൻ്റെയൊക്കെ നമ്മൾ എവിടെ നിന്നാണ് ഇതിന്റെ സോഴ്സ് എന്നുള്ളത് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് അപ്പൊ അതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്കൊന്ന് നോക്കാം. അതായത് ഈ ക്വസ്റ്റ്യൻ, അതായത് ഈ പറയുന്ന ഗാന്ധിജി, ഇങ്ങനത്തെ ഒരു 3-4 ക്വസ്റ്റ്യൻ നമ്മുടെ 10th 8ാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പറയുന്ന ടോപ്പിക്കുകളാണ്. അതിലാണ് ഈ ഗാന്ധിജിയും അരാജകത്വവും, ഈ പറയുന്ന ഫത്ഹദുൽ മുബീനും, അടുത്ത ക്വസ്റ്റ്യൻ, ഈ 3 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് വരുന്ന ഈ 3 ക്വസ്റ്റ്യനും ആ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് അടുപ്പിച്ച് വരുന്ന ഫാക്ട്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഗാന്ധിജിയും അരാജകത്വവും എഴുതിയത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? 1897 INC-യുടെ എന്താണ് അമരാവതി സമ്മേളനത്തിലെ പ്രസിഡന്റ് ആയിരുന്നു. ആരാണ്? അമരാവതി സമ്മേളനത്തിന്റെ പ്രസിഡന്റായ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഇദ്ദേഹമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിക്യൂട്ടീവ് കൗൺസിൽ, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിന്ന് രാജിവെക്കുന്നത് ചേറ്റൂർ ശങ്കരനാണ്. അതേപോലെ ഗാന്ധിയൻ സമരങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പാണ് ഗാന്ധിജിയും അരാജകത്വവും, ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം അദ്ദേഹം രചിക്കാൻ കാര്യം. ഓക്കെ, അപ്പൊ എന്താണ് ഗാന്ധിജിയും അരാജകത്വവും? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം. ഫത്ഹദുൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് നമുക്ക് വേണ്ടത്. കവി ഗാസി മുഹമ്മദ് ആണ് എഴുതിയത്. ഇത് ശരിയാണ്. സാമൂതിരി രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് എന്താണ്? സാമൂതിരി രാജാവിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഇവിടെ ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഓക്കെ, 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫത്ഹുൽ മുബീൻ എന്നാണ് നമുക്ക് ഫത്ഹുൽ മുബീൻ, വ്യക്തമായ വിജയം, അതാണ് അതിന്റെ മീനിങ്. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു ഫാക്റ്റ് ആണ് കേട്ടോ. വ്യക്തമായ വിജയം, അതാണ് ഫത്ഹുൽ മുബീൻ എന്ന വാക്കിന്റെ അർത്ഥം. അതേപോലെ തന്നെ എന്താണ്? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാനായിട്ട് സാമൂതിരിയെ സഹായിച്ച നമ്മുടെ കുഞ്ഞാലി മൂന്നാമനാണ്. ഈ ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചു കൊണ്ടിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഗാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം എന്തെഴുതുന്നത്? ഫത്ഹുൽ മുബീൻ എന്ന ഈ പറയുന്ന ഈ ഒരു ഗ്രന്ഥം എഴുതുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ 17ാം നൂറ്റാണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? 16ാം നൂറ്റാണ്ടാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 17ആണ്.
ഓക്കെ ആണല്ലോ. ആ സമയത്തുള്ള സാമുദായികമായ സൗഹാർദ്ദത്തേക്കായിരുന്നു ആ സമയത്ത് ആ കൃതികളിൽ വിശേഷിപ്പിച്ചിരുന്നത്. അതായത് ഹിന്ദുവും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു ഐക്യത്തെ പറ്റിയൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ജാതി വ്യവസ്ഥയല്ല അവിടെ ശരിക്കും അല്ലെ. അതേപോലെ തന്നെ എന്താണ് 16-ാം നൂറ്റാണ്ട് വ്യക്തമായ വിജയം എന്നതാണ് അതിന്റെ മീനിങ്. എന്താണ്? ഫത്ഹുൽ മുബീൻ എന്നാണ് വാക്ക്. ഗാസി മുഹമ്മദ് ആണ്. 16-ാം നൂറ്റാണ്ടാണ്. ഞാൻ ഇതെല്ലാം ഈ നോട്ട്സ് എല്ലാം ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ജസ്റ്റ് ഒന്ന് കയറി വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്കായിട്ട് പോകാനായിട്ട്. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്നത്, ഇതും അതേ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്ന ഒരു ഫാക്റ്റ് ആണ്. വനിതാ സമ്മേളനം എന്നാണ്, അതായത് ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും എന്ന് പറയുന്ന ഒരു ടോപ്പിക് അതിൽ വരുന്നുണ്ട്. എന്നാണ്? വടകര സമ്മേളനമാണ്. അതായത് എന്താണ്? 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഒരു മഹിളാ സമ്മേളനം ചേരുന്നത്. അത് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമാണ് അറിയപ്പെടുന്നത് എന്ന് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് ഏതാണ്? വടകര സമ്മേളനമാണ്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലനുമായിട്ട് നമുക്ക് പഠിക്കേണ്ട മറ്റു പേരുകളുണ്ട്. റാവു സാഹിബ്. അതേപോലെ തന്നെ ദാസർജി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. അതേപോലെ നമുക്കറിയാം രാജാറാം മോഹൻ റോയ് കൊണ്ടുവന്ന ബ്രഹ്മസമാജം കേരളത്തിൽ അതിന് പ്രചരിപ്പിച്ചത് ആരാണ്? ഈ പറയുന്ന അയ്യത്താൻ ഗോപാലനാണ്. ഏതാണ്? ബ്രഹ്മസമാജം കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് അയ്യത്താൻ ഗോപാലനാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു നാടകമാണ് എന്ത്? സാരഞ്ജിനി പരിണയം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 2021 10th പ്രിലിംസിൽ phase 3 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സാരഞ്ജിനി പരിണയം എന്ന നാടകം ആരുടേതാണെന്ന്? അത് അയ്യത്താൻ ഗോപാലന്റേതാണ്. അതേപോലെ അദ്ദേഹം എന്താണ്? കുട്ടികളുടെ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആരംഭിച്ചൊരു സംഘടനയുണ്ട്. അതാണ് സുഗുണവർദ്ധിനി എന്ന് പറയുന്നത്. അയ്യത്താൻ ഗോപാലൻ ആരംഭിച്ച ഒരു സംഘടനയുടെ പേരാണ് സുഗുണവർദ്ധിനി. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, മലയാളി മെമ്മോറിയൽ ആണ്. ഏത് വർഷമാണ്? 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ എന്ത് ചെയ്യുന്നത്? സമർപ്പിക്കുന്നത്. എന്തായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ റീസൺ? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് സർക്കാർ ജോലികളിലാണ് തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്നും പറഞ്ഞ് 1028 പേര് ചേർന്ന് ഒപ്പിട്ട നിവേദനമാണ് എന്ത്? നമ്മുടെ ശ്രീമൂലം തിരുനാളിന് കൊടുക്കുന്നത്. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ആർട്ടിക്കിൾ ഉണ്ട്. എന്താണ്? തിരുവിതാംകൂർ അതാരാണ് ഈ ലേഖനം എഴുതി തയ്യാറാക്കിയത്? അത് നമ്മുടെ ബാരിസ്റ്റർ GP പിള്ളയാണ്. എങ്കിൽ ഇഴവ മെമ്മോറിയൽ എന്നാണ്? അത് 1896 സെപ്റ്റംബർ 3 അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? ഡോക്ടർ പൽപു. ഓക്കെ, അപ്പൊ ബാരിസ്റ്റർ GP പിള്ള മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 1 സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യവുമായി 1028 പേർ ഒപ്പുവെച്ച നിവേദനം ശ്രീമൂലം തിരുനാളിന് കൊടുക്കുന്നു. തിരുവിതാംകൂറുകാർക്ക് എന്ന എന്താണ് ആ ഒരു ലേഖനം എഴുതി തയ്യാറാക്കിയതും ബാരിസ്റ്റർ GP പിള്ളയാണ്. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ട്. കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ്? പനമ്പള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, S നീലകണ്ഠൻ അയ്യർ, എല്ലാവരും അതിൽ പെടുന്നതാണ്. ഷൺമുഖൻ ചെട്ടിയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് നോക്കാം? കൊച്ചി രാജപ്രജാ മണ്ഡലം 1941 ജനുവരി 26 എന്ത് വരുന്നത്? കൊച്ചി രാജപ്രജാ മണ്ഡലം. അതിന്റെ സ്ഥാപകരാണ് S നീലകണ്ഠ അയ്യറും അതേപോലെ തന്നെ VR കൃഷ്ണൻ എഴുത്തച്ഛനുമാണ് അതിന്റെ സ്ഥാപകരെന്ന് പറയുന്നത്. പനമ്പള്ളി ഗോവിന്ദമേനോനും അതേപോലെ ഇക്കണ്ട വാര്യറും പിന്നെ മറ്റൊരാളുണ്ട് K അയ്യപ്പൻ. ഇവരൊക്കെ എന്താണ്? ഈ പറയുന്ന കൊച്ചി രാജപ്രജാ മണ്ഡലവുമായി ബന്ധപ്പെട്ട നേതാക്കളാണ്. അപ്പൊ S നീലകണ്ഠൻ അയ്യറും VR കൃഷ്ണൻ എഴുത്തച്ഛനുമാണ് സ്ഥാപകരെന്ന് പറയുന്നത്. 1948 ഈ പറയുന്ന കൊച്ചി രാജപ്രജാ മണ്ഡലം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ INC-യിലേക്ക് ലയിക്കുന്നുണ്ട്. അതേപോലെ AFW ഡിക്സൺ. ആരാണ് AFW ഡിക്സൺ എന്ന് പറയുന്നത്? നമ്മുടെ ഈ കൊച്ചി രാജപ്രജാ മണ്ഡലത്തെ നിരോധിക്കാനായിട്ട് ഉത്തരവിട്ട വ്യക്തിയാണ് ആര്? AFW ഡിക്സൺ എന്ന് പറയുന്നത്. അത് ഈ കൊച്ചി രാജപ്രജാ മണ്ഡലത്തിന്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? ഇരിങ്ങാലക്കുട. ലാസ്റ്റത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? അത് തൃശ്ശൂരാണ്. ഓക്കെ, ഇപ്പൊ കൊച്ചി രാജപ്രജാ മണ്ഡലം 1941 ജനുവരി 26 തുടങ്ങി 48 അത് INC-യിൽ ലയിക്കുന്നുണ്ട്. പനമ്പള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, K അയ്യപ്പൻ, S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ.
കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു. അതിൽ ഏതാണ് അഗസ്തീശ്വരം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമുക്ക് പഠിക്കണ്ടേ 4 എണ്ണം ഏതാന്ന്. ഒന്ന് നമ്മൾ പറഞ്ഞു അഗസ്തീശ്വരമാണെന്ന്. അപ്പൊ രണ്ടാമത്തെ ഏതാണ്? തോവാള. ഏതാണ്? തോവാള. മൂന്നാമത്തത് ഏതാണ്? കൽക്കുളം. തോവാള, കൽക്കുളം. നാലാമത്തത് വിളവൻകോട്. ഈ 4 താലൂക്കുകളാണ് എന്ത് ചെയ്യുന്നത്? മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുക്കുന്നത്. എങ്കിൽ നമ്മളോട് ചോദിക്കാറുണ്ട്, കർണാടകത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് മേടിച്ച കേരളത്തോട് കൂട്ടിച്ചേർത്ത 2 താലൂക്കുകളുണ്ട്, അത് ഏതൊക്കെയാണ്? അത് ഒന്ന് കാസർഗോഡും രണ്ടേതാണ്? ഹോസ്ദുർഗ്. ഈ 2 താലൂക്കുകളാണ് എന്ത്? ഹോസ്ദുർഗ് നമ്മുടെ കർണാടകത്തിന്റെ ഭാഗമായിരുന്നു. അത് എന്ത് ചെയ്തു? ഈ കേരളം രൂപീകരിച്ചപ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ടേക്ക് തന്ന 2 എണ്ണമാണ്. നമ്മൾ വിട്ടുകൊടുത്തതാണ് 4 എണ്ണം. അഗസ്തീശ്വരം, തോവാള, കൽക്കുളം, വിളവൻകോട്. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം. വിറ്റാമിൻ എ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, അത് നിശാന്തതയാണെന്ന്. അതേപോലെ തന്നെ വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് എന്ത്? സിറോഫ്താൽമിയ. അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. സിറോഫ്താൽമിയ അതായത് എന്താണ്? കോർണിയ വരണ്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ കണ്ണിന്റെ കോർണിയ വരണ്ടു പോകുന്ന അവസ്ഥയാണ് എന്ത്? സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. മയോപ്പിയ എന്താ? മയോപ്പിയ എന്ന് പറഞ്ഞാൽ അത് ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്താണ്? അകലെയുള്ളതിനെ എന്താ കാണാൻ പറ്റില്ല, അടുത്തുള്ളതിനൊക്കെ എന്ത്? ഹ്രസ്വദൃഷ്ടി. അകലെയുള്ളതിനെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ ദീർഘദൃഷ്ടി എന്താണ്? നേരെ ഓപ്പോസിറ്റ്. നമുക്ക് എന്താണ്? ഹ്രസ്വദൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അകലെയുള്ളതിനെ കാണാൻ പറ്റില്ല. ഹ്രസ്വം നമ്മുടെ കാഴ്ചപരിധി ചെറുതാണ്, അകലെയുള്ളതിന്. അപ്പൊ ദീർഘദൃഷ്ടി എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് വർണ്ണാന്തതയാണ്. വർണ്ണാന്തത എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനെയാണ് ജോൺ ഡാൾട്ടൺ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ഡാൾട്ടണിസം എന്ന് പറയുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ നിറങ്ങളാണ് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്? ചുവപ്പും അതേപോലെ പച്ച. ഈ 2 നിറങ്ങൾ വർണ്ണാന്തതയുള്ളവർക്ക് കാണാനായിട്ട് പറ്റില്ല. എന്താണ് ഈ വർണ്ണാന്തത ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ് ഇഷിഹാര എന്ന് പറയുന്നത്. ഇഷിഹാര ടെസ്റ്റ് എന്തിനാണെന്ന് ചോദിക്കാറുണ്ട്. വർണ്ണാന്തതയ്ക്കാണ്. എന്താണ് ഗ്ലോക്കോമ? കണ്ണിനുള്ളിലെ മർദ്ദം എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു സീരീസ് ചെയ്തപ്പോൾ അതിനകത്ത് ഒത്തിരി തവണ ജീവിതശൈലി രോഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് അതിൽ കണ്ടതാണ്. ഏതാണ്? ഹീമോഫീലിയ. നമുക്കറിയാം രാജകീയ രോഗം. ഇതെന്താണ്? ഒരു ജനിതക ഡിസോർഡർ അല്ലെ, ജനറ്റിക്കൽ ഡിസോർഡർ ആണ്. നമുക്കറിയാം ജനിതകമായിട്ട് നമുക്ക് വരുന്നതാണ്. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, അതേപോലെ തന്നെ എന്തൊക്കെയുണ്ട്? പൊണ്ണത്തടി, കൊളസ്ട്രോൾ. ഇതെല്ലാം എന്താണ്? ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി നിലവിൽ വന്നത് 2010 ഒന്ന് പഠിച്ചു വെക്കുക, ഇത് ചോദിച്ചിട്ടുണ്ട്. നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? റേച്ചൽ കഴ്സൺ അല്ലെ. PSCക്കും നമുക്കും ഒക്കെ കേട്ട് തഴമ്പിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം. എന്താണ്? DDT. അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായതൊക്കെ ഈ പറയുന്ന ഈ പുസ്തകത്തിന്റെ പേരിലാണ് അല്ലെ. DDT അമേരിക്കയിൽ. താഴെ പറയുന്നതിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ് വന്യജീവി സങ്കേതമായിട്ട് നമുക്ക് വരുന്നത്? പെരിയാർ അല്ലെ. പെരിയാറാണ് വന്യജീവി സങ്കേതം. ഇരവികുളം നാഷണൽ പാർക്കാണ്, സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1950 ഏറ്റവും വലുതാണ് അല്ലെ. ഏറ്റവും വലുതും ആദ്യത്തേതാണ്. അതേപോലെ തന്നെ ആദ്യത്തെ എന്താണ്? കടുവ വന്യജീവി സങ്കേതമാണ് പെരിയാർ. എങ്കിലത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് എത്രാമത്തേതാണ്? 10ാമത്തെ. കേരളത്തിലേക്കാണ് ആദ്യത്തെ കടുവ വന്യജീവി സങ്കേതമായിട്ട് മാറിയത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് 10 എന്നാണ് പ്രൊജക്ട് ടൈഗർ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 1972 പ്രൊജക്ട് ടൈഗർ ഇവിടെ പ്രൊജക്ട് ടൈഗർ അല്ല, കടുവ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചതാണ് 72. പ്രൊജക്ട് ടൈഗർ വരുന്ന 73 അതേപോലെ പ്രൊജക്ട് എലിഫന്റ് എന്നാണ് 1992 പ്രൊജക്ട് എലിഫന്റ് വരുന്നത്. അതേപോലെ നമുക്കറിയാം 2020 വന്നൊരു വന്യജീവി സങ്കേതമുണ്ട്. അത് ഏതാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതം. അതിലാണ് എന്ത്? പന്നിമൂക്കൻ തവളയ്ക്ക് പ്രസിദ്ധമായ, ഒരു വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, പന്നിമൂക്കൻ തവളയ്ക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അത് ഏതാണ്? കരിമ്പുഴയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഇനാമൽ. ഏറ്റവും ചെറിയ അസ്ഥിയാണ് ഏത്? സ്റ്റേപ്പീസ് അല്ലെ. ഇതൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതിനും നല്ല, ശരിക്കും ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്. ഏതാണ്? ലിംഫോസൈറ്റ്. അതായത് HIV വൈറസുകളൊക്കെ ബാധിക്കുന്നത് നമ്മുടെ ലിംഫോസൈറ്റിനെയാണ്. ഈ പറയുന്ന ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും ചെറിയ WBC ആണ്.
എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് ബ്ലഡ് സെൽ, ശ്വേതരക്താണുക്കളിൽ ഏറ്റവും ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിംഫോസൈറ്റ് ആണ്. എങ്കിൽ ചെറുത് പഠിച്ചാൽ നമുക്ക് ഏറ്റവും വലുത് പഠിക്കണ്ടേ? വലിയ WBC എന്ന് പറഞ്ഞ ഏതാണ്? മോണോസൈറ്റ് ആണ് വലുത്. ഈ പറയുന്ന മോണോസൈറ്റ് എന്ന് പറയുന്നത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ ഫാഗോസൈറ്റോസിസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാഗോസൈറ്റോസിസ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കും. അതേപോലെ തന്നെയാണ് ന്യൂട്രോഫിലും എന്താണ്? ഫാഗോസൈറ്റോസിസ് ആണ്. ഓക്കെ. അതേപോലെ തന്നെ ഈ ഇസ്നോഫിൽ എന്ന് പറയുന്നത് എന്താണ്? ഇസ്നോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന എന്ത് ചെയ്യും? രാസവസ്തു ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു വിങ്ങൽ പ്രതികരണം ഉണ്ടാക്കുന്നതാണ് ഇസ്നോഫിൽ എന്ന് പറയുന്നത്. അതേപോലെ ലിംഫോസൈറ്റ് നമുക്ക് പഠിക്കാനുള്ളതിൽ എങ്ങനെയാണ്? ലിംഫോസൈറ്റ് 2 ടൈപ്പ് ഉണ്ട്. ബി ലിംഫോസൈറ്റും ഉണ്ട്, ടി ലിംഫോസൈറ്റും ഉണ്ട്. ഈ ബി ആണ് എന്ത്? വിഷാംശത്തേക്ക് നിർവീര്യമാക്കുന്നത് ബി ആണ്. ഈ ടി ആണ് എന്ത്? ക്യാൻസർ കോശങ്ങളെയും വൈറസ് ബാധിച്ച കോശങ്ങളെയൊക്കെ. അപ്പൊ നമ്മുടെ എയ്ഡ്സ് പകരുന്നത്, എയ്ഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വേതരക്താണുവായ ലിംഫോസൈറ്റിനെയാണ് എയ്ഡ്സ് ബാധിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കരളാണ് യൂറിയയുടെ നിർമ്മാണം. ഏതാണ്? നമുക്കറിയാം. ആ യൂറിയ നിർമ്മിക്കുന്നതിന്റെ പേരൊക്കെ ഞാനന്ന് പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം. ആ ഒരു ബയോളജിയുടെ മാരത്തോൺ പോലെ ഇട്ടപ്പോ പറഞ്ഞതാണ്. എന്താണ്? ഒർണിത്തൈൻ പരിവൃത്തി. ആ യൂറിയ നിർമ്മാണത്തിന് അറിയപ്പെടുന്ന പേരാണ് ഒർണിത്തൈൻ പരിവൃത്തി എന്നുള്ളത്. അതേപോലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ്, ഏറ്റവും വലിയ ആന്തരിക അവയവം, ഏറ്റവും വലിയ ഗ്രന്ഥി. ഏറ്റവും വലിയ അവയവം ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ത്വക്കാണ്. ഏറ്റവും വലിയ ആന്തരിക അവയവം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കരളാണ്. ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്. ഇരുമ്പ് സംഭരിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു വട്ടം ചോദിച്ചാണ് ക്യാരറ്റിലെ ബീറ്റാ കരോട്ടിനെ വൈറ്റമിൻ എ ആക്കി മാറ്റുന്നത് കരളാണ്. അപ്പം ബീറ്റാ കരോട്ടിനെ, സസ്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ബീറ്റാ കരോട്ടിനെ വൈറ്റമിൻ എ ആക്കി മാറ്റുന്നത് കരളിലാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച പാവൽ എന്ന് കാണുമ്പോഴേ നമ്മൾ പ്രിയങ്ക. കാര്യം ഇത് കഴിഞ്ഞ സെവൻത്തിലെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് വൃത്തിക്ക് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന്. സൽകീർത്തി എന്താണ്? സൽകീർത്തി വെണ്ടയാണ്, വെണ്ട. അതേപോലെ അമ്പിളി എന്ന് പറയുന്ന മത്തന്റെ ഒരു ഇനമാണ് അമ്പിളി. കൗമുദി എനിക്ക് കിട്ടിയില്ല നോക്കിയിട്ട്. കൗമുദി അങ്ങനത്തെ ഒരു ഇനം ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ, അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതേപോലെ വഴുതന എന്താണ്? സൂര്യ, ശ്വേത എന്നൊക്കെ പറയുന്ന വഴുതനയാണ്. അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് പയർ. ലോല, മാലിക, ജ്യോതിക എന്നൊക്കെ പറയുന്നത് പയറിന്റെ ഇനങ്ങളാണ്. ഓക്കെ അല്ലേ? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023 ചെറുധാന്യ വർഷം. 2024 എന്താണ്? ഒട്ടക വർഷമാണ് 2024. 2025 ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പറയുന്നത് ഹിമാനികളുടെ സംരക്ഷണമാണ്. ഹിമാനികളുടെ സംരക്ഷണം. പിന്നെ പറയുന്നത് അന്താരാഷ്ട്ര സഹകരണ വർഷമാണ്. പിന്നെയുള്ളത് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ക്വാണ്ടം സയൻസിന്റെയും ടെക്നോളജിയുടെയും വർഷമാണ്. പിന്നെ നാലാമത് വരുന്നത് സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമാണ്. അപ്പൊ ഏതൊക്കെയാണ്? ഹിമാനികളുടെ സംരക്ഷണ വർഷം, ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്താരാഷ്ട്ര വർഷം. അതാണ് 2025. ഓക്കെ അല്ലേ? സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഇത് ചിലപ്പോൾ ചോദിക്കുന്നത് ഇതാണ്, KASP. ഇതിന്റെ ഫുൾ ഫോം എന്തെന്നും പറഞ്ഞാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കറണ്ട് അഫെയർ നമുക്ക് പഠിക്കാനുണ്ട്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ്, ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് എന്ത് പറയുന്നത്? ഈ KASP എന്ന് പറയുന്നത്. പ്രവൃത്തി സംബന്ധിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, പോസിറ്റീവ് പ്രവൃത്തി. അപ്പൊ നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ഇത് ഞാൻ ആ ഫിസിക്സിന്റെ ഫുൾ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫിസിക്സിന് ബന്ധപ്പെട്ട കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ അല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം ഇത് ഭൂമിയാണ്. ഭൂമിയിൽ ഭൂഗുരുത്വാകർഷണ ബലം എന്താണ്? ഇങ്ങോട്ടേക്കാണ് വലിക്കുന്നത്. നമ്മൾ കല്ല് എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് എറിയുന്നു. അപ്പൊ ഭൂമി ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ അതെന്താണ്? അതൊരു നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഓക്കെ, നെഗറ്റീവ് ആണ്. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ, അപ്പൊ ഇവിടെ നമ്മുടെ തെങ്ങ് നിൽപ്പുണ്ട്, അവിടെ നിന്നൊരു തേങ്ങ നേരെ താഴേക്ക് വീഴുവാണ്. ഭൂമി ഇതിനെ ഓൾറെഡി താഴേക്ക് വലിക്കുന്നുണ്ട്. രണ്ടും എന്താണ്? ഒരേ ദിശയിലാണ്. അപ്പൊ അതെന്താണ്? ഇതൊരു പോസിറ്റീവ് പ്രവൃത്തിയാണ്. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ നിന്നിട്ട് കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നമ്മൾ മുകളിലോട്ടല്ലേ നമ്മൾ ബലം കൊടുക്കുന്നത്. അപ്പൊ കല്ല് മുകളിലേക്ക് പോകും, നമ്മൾ മുകളിലോട്ടാണ് ബലം കൊടുക്കുന്നത്. അപ്പൊ എന്താണ്? അതൊരു പോസിറ്റീവ് പ്രവൃത്തിയല്ലേ?
പക്ഷെ ഇവിടെ ഭൂമി പ്രയോഗിക്കുന്ന ബലമാണ് ചോദിച്ചെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു അത് നെഗറ്റീവ് ആണെന്നുള്ളത്. അപ്പൊ 2ഉം 3ഉം എന്താണ്? പോസിറ്റീവ് പ്രവൃത്തിയാണ്. നമുക്കിനി ആൻസർ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കുന്നത്? 1 മാത്രമാണ് പോസിറ്റീവായ സന്ദർഭം, തെറ്റാണ്. 3 മാത്രമാണ്, തെറ്റ്. 2ഉം 3ഉം മാത്രമാണ് പോസിറ്റീവായ സന്ദർഭം. അപ്പൊ നമുക്ക് ഏതാണ്? 2ഉം 3ഉമാണ് പോസിറ്റീവ്. 1 എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ്. അപ്പൊ എന്താണ് നെഗറ്റീവ് പ്രവൃത്തി, എന്താണ് പോസിറ്റീവ് പ്രവൃത്തി എന്നുള്ളത് ഒരു ഐഡിയ വേണം. അപ്പൊ ആപ്പിൾ താഴേക്ക് വീഴുന്നു, പോസിറ്റീവ് പ്രവൃത്തിയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ റോക്കറ്റ് മുകളിലേക്ക് പോകുന്നു, എന്താണത്? നെഗറ്റീവ് പ്രവൃത്തിയാണ്. കാര്യം ഭൂമി ഇങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ റോക്കറ്റ് നേരെ മേലോട്ട് പോകുന്നു, അവിടെ നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. കോൺകേവ് ദർപ്പണമാണ്, കേവ് ഗുഹയാണ് അല്ലെ. കേവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് മിറർ വരുന്നത്. എഫിനും, എഫ് എന്ന് പറയുന്ന ഏകദേശം ഫോക്കസ്, പോൾ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ രണ്ടിനും ഇടയ്ക്കാണ് എന്ത് വരുന്നത്? പ്രതിബിംബം വന്നിരിക്കുന്നത്. ഇതിന്റെ സ്വഭാവമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏകദേശം എന്താണ്? നമുക്ക് ഏകദേശം മിഥ്യാ പ്രതിബിംബമായിരിക്കും ലഭിക്കുന്നത്. ദർപ്പണത്തിന് പുറകിലാണ്, ഇങ്ങനെയായിരിക്കും നമുക്ക് പ്രതിബിംബം വരുന്നത്. ഓക്കെ, ഇതിങ്ങനെ സിയിലൂടെയാണ് കടന്നു പോണത്. സിയിലൂടെ വന്നത് സിയിലൂടെ തന്നെ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറെ പഠിക്കാനുണ്ട്. ഈ ഒരു ദർപ്പണവുമായി ബന്ധപ്പെട്ട് കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, അതേപോലെ തന്നെ കോൺകേവ് മിററും കോൺവെക്സ് മിറർ അല്ല ലെൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് നോക്കണം. നിങ്ങൾക്കത് ക്ലാസ്സിൽ അതിന്റെ ക്ലാസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അത് കുറച്ചധികം പഠിക്കാനുണ്ട് ആ ഒരു ടോപ്പിക്ക്. സാധാരണ ഇത് ഇങ്ങനെ ചോദിക്കാറില്ല, അത് അപൂർവമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ നിവർന്നത്, ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. മനുഷ്യരുടെ ശ്രവണ പരിധി എത്രയാണ്? മനുഷ്യരുടെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ, കണ്ട നോക്കിക്കേ, 20 ഹെർട്സ് മുതൽ ആണെന്ന് നമുക്കറിയാം, 20,000 ഹെർട്സ് വരെയാണ് അല്ലെ. അല്ലെങ്കിൽ ഇത് തരുന്നത് എങ്ങനെയാണ്? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് എന്നും കൂടി തരും. അപ്പൊ നോക്കി വെക്കുക. അതേപോലെ തന്നെ ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ് എന്താ? ഡെസിബൽ. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. സൂപ്പർസോണിക് ശബ്ദങ്ങൾ എന്നൊക്കെ അതാ ശബ്ദം എന്ന് പറയുന്നത് ഞാനൊരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ ഈ ഡീറ്റെയിൽസ് ശബ്ദവുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും അതിനുള്ളിലുണ്ട്. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണെന്നുള്ളത്. ഇവിടെ നമുക്ക് ഫാരൻഹീറ്റിനെ നമുക്ക് സെൽഷ്യസിലോട്ടാക്കാൻ എളുപ്പമാണ്. ഫാരൻഹീറ്റിനെ സെൽഷ്യസിലോട്ടാക്കാൻ എന്താ ചെയ്യേണ്ടത്? സെൽഷ്യസ് എന്ന് പറയുന്നത് F-32 × 5/9. ഈ ഇക്വേഷൻ ഒക്കെ പറഞ്ഞ് ഞാൻ ആ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഫ് എന്ന് പറഞ്ഞ എത്രയാണ്? 98 - 32 × 5/9, അതായത് 66 × 5/9 ആണ്. ഇവിടെ എന്താണ്? ഇത് കട്ടായി പോകും. നമുക്കറിയാം 22, ഇവിടെ 3 തവണ വരും. അപ്പൊ 22 × 5/3 എന്ന് വരും. ഓക്കെ, ഇനി എന്താണ് ഇവിടെ? എഗെയിൻ നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. ഇവിടെ ഏകദേശം ഒരു 7.333 എന്ന് വരും. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 36.65 അങ്ങനെ വരും. ഇത്രയും ഡിഗ്രി സെൽഷ്യസ് ആണ് ഫാരൻഹീറ്റില്ല. 98 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഒന്നുമില്ല, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കറിയാവുന്നത് സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റാനായിട്ട് ചെയ്യേണ്ടത് എന്താണ്? കെൽവിൻ എന്ന് പറയുന്നത് സെൽഷ്യസ് പ്ലസ് 273.15 എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ സെൽഷ്യസ് ആയിട്ട് കിട്ടിയത് 36.65 ആണ്, പ്ലസ് 273.15. ആൻസർ ഏകദേശം 309.80 എന്ന് വരും. അതിനോട് അടുത്ത് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 310 കെൽവിൻ ആണ്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് കെൽവിനിലോട്ടല്ല നമ്മൾ മാറ്റുന്നത്. ആദ്യം ഫാരൻഹീറ്റിനെ സെൽഷ്യസിലോട്ട് മാറ്റും. ഇതൊന്ന് പഠിച്ചു വെക്കണം. അന്ന് ആ ഒരു മോക്ക് ടെസ്റ്റ് സീരീസിൽ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്, തിരിച്ചും മറിച്ചും ഒക്കെ ചെയ്തിട്ടുണ്ട്. സെൽഷ്യസ് ഫാരൻഹീറ്റിലോട്ടാക്കാനും ജലത്തിന്റെ തിളനില എത്രയാണെന്നുള്ളതൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്. നെക്സ്റ്റ് നോക്കാം. ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം V = U + ST അല്ല, V = U + AT ആണ് ചലന സമവാക്യം. S = എന്താണ്? S = UT + ½ AT² എന്നുള്ളതാണ്. ഇവിടെ UV എന്നാ തന്നിരിക്കുന്നത്, തെറ്റാണ്. നമ്മൾ ഇതിൽ പഠിക്കുന്നത് ഇങ്ങനെയാണ്, V² = U² + 2AS എന്നാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ഈ ഇക്വേഷൻ കണ്ട, ഇത് തെറ്റാണെന്ന് നമുക്കറിയാം. ഇനി നമ്മളോട് എന്താണ് കാര്യം? ഇവിടെ V = U + AT എന്നാ. അപ്പൊ ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇക്വേഷൻ അല്ലേ, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിക്കേ. നമ്മളോട് U² അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ V² - 2AS = U² എന്നായില്ലേ തന്നിരിക്കുന്ന. നമ്മൾ പഠിക്കുന്ന ഫോർമാറ്റിൽ അവരൊന്ന് ടെസ്റ്റ് ചെയ്താ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ U² = V² - 2AS എന്നുള്ളതാണ് ശരിയായ ചലന സമവാക്യം. ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. V = U + AT, S = UT + ½ AT²,
വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇത് മൂന്നുമാണ് നമ്മൾ ചലന സമവാക്യമായിട്ട് പഠിക്കുന്നത്. പെട്രോൾ കാറിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ്? പെട്രോൾ കാർ രാസോർജ്ജമാണല്ലേ, അത് എന്താക്കി മാറ്റുന്നു? കാർ ഓടുമ്പോൾ അത് എന്താണ്? ഗതികോർജ്ജമാണ്. അവിടെ വൈദ്യോർജ്ജമാണോ? അല്ല, യാന്ത്രികോർജ്ജം നമുക്കൊരു ഊഹം വരാറുണ്ട്, പക്ഷെ അവിടെ വൈദ്യോർജ്ജമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊരിക്കലും വരില്ല. എന്താണ്? രാസോർജം ഗതികോർജ്ജമാകുന്നു. ഗതികോർജ്ജം മൂവ് ചെയ്യുമ്പോഴുള്ളത്. മറ്റേത് എന്താണ്? സ്ഥിതികോർജ്ജം. ഒരു വസ്തുവിന്റെ ചലനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഒരു വസ്തുവിന്റെ സ്ഥാനം മൂലം ലഭ്യമാണെങ്കിൽ അത് ഏതാണ്? സ്ഥിതികോർജ്ജമാണ്. നമ്മളിപ്പോ പറയാറുണ്ട് എന്താണ്? അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം, അതേപോലെ വലിച്ചു പിടിച്ചിരിക്കുന്ന സ്ട്രിങ്, ഇതെല്ലാം എന്താണ്? സ്ഥിതികോർജ്ജമാണ്. സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത്. സൂര്യഗ്രഹണമാണ്. ഓക്കെ, എന്താണ്? എർത്ത്, മൂണ്, സണ്ണാണ്. അപ്പൊ എന്ത് വരും? ചന്ദ്രൻ എന്ന് പറയുന്നത് ചന്ദ്രൻ എന്ത് വരും? സൂര്യനും ഭൂമിക്കും ഇടയിലാണ് ചന്ദ്രൻ. സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? ഇവിടെ സൂര്യൻ ഉണ്ടാകും, അതിന്റെ നടുക്ക് ചന്ദ്രൻ വരും, ഇവിടെ എന്താണ്? ഭൂമി ഉണ്ടാകും. ഇങ്ങനെയാണ് സൂര്യഗ്രഹണം വരുന്നത്. ഇവിടെ ചന്ദ്രൻ, ഇവിടെ എന്തുണ്ട്? ഭൂമിയുണ്ട്. ഇനി ചന്ദ്രഗ്രഹണമാണെങ്കിലോ? ചന്ദ്രഗ്രഹണമാണെങ്കിൽ നേരെ ഇവിടെ എന്ത് വരും? ഇവിടെ ഇതേപോലെ തന്നെ സൂര്യൻ തന്നെയാണ്, ഇവിടെ എന്താണ്? തിരിഞ്ഞു വരും. ഇവിടെ ഭൂമിയാണ്, ഇവിടെ എന്ത് വരും? ചന്ദ്രൻ വരും. ഓക്കെ, ഇതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ശരിയാണ്. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ്. H2 നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഹീലിയം ഏകാറ്റോമിക തന്മാത്രയാണ്. H2, Cl2, O2 ആയിട്ട് നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ദ്വയാറ്റോമികം ഏകാറ്റോമികം പറഞ്ഞിട്ട്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നത് ഇവിടെ തെറ്റാണ്. ഇവിടുത്തെ ആൻസർ ഏതാണ്? നമുക്ക് എന്താ ശരിയല്ലേ വേണ്ടത്? സോറി, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ 2 മാത്രമാണ് ഇവിടെ തെറ്റി. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ്. എങ്കിൽ പേര് നൽകിയത് ആരാണ്? അത് ലാവോസിയാണ്. ഓക്സിജനും പേര് നൽകിയത് ലാവോസിയാണ്. അതേപോലെ തന്നെ ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഇതിന്റെ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എന്താണ്? ഒരേ ആറ്റോമിക നമ്പറും ഒരേ മാസ് നമ്പറുമുള്ള വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഒരേ മൂലകത്തിന്റെ തന്നെ ആയിരിക്കണം. നമ്മൾ പഠിക്കുന്നുണ്ട് ഹൈഡ്രജന്റെ ഏതൊക്കെയാണ്? പ്രൊട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാം എന്താണ്? ഹൈഡ്രജൻ തന്നെയാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഒരേ മൂലകം, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ എന്താണ്? മാസ് വേറെയും ഒരേ ആറ്റോമിക നമ്പറുമാണ്. എങ്കിൽ നമ്മൾ ചോദിക്കട്ടെ, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും ആണെങ്കിലോ? ഉണ്ടോ? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും ആണെങ്കിൽ അതിനെ ഐസോബാറുകൾ എന്ന് പറയും. ഓക്കെ, അതൊക്കെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളായിരിക്കും. അതേപോലെ തന്നെ ഐസോടോൺ എന്താണ്? തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ആയിരിക്കും. തുല്യ എണ്ണം ന്യൂട്രോൺ സെയിം ആണെങ്കിലാണ് അതിനെ ഐസോടോൺ എന്ന് പറയുന്നത്. ന്യൂട്രോൺ. ആറ്റോമിക സംഖ്യ 9 മൂലകം. ആറ്റോമിക സംഖ്യ 9 8 മൂലകമാണ് ഓക്സിജൻ. നൈട്രജൻ എത്രയാണ്? 7. കാർബൺ എത്രയാണ്? 6. ഹൈഡ്രജൻ എത്രയാണ്? 1. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഈ 118 മൂലകങ്ങളുടെ നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് പറ്റില്ല. 118 എന്താണ്? ഓർഗനാസൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെയാണ്. 100. അങ്ങനെ കുറെ ഇമ്പോർട്ടന്റ് ആയതുണ്ട്. അല്ലാണ്ട് എല്ലാം കൂടി നമ്മളെ കൊണ്ട് പഠിച്ചു വെക്കാനായിട്ട് പറ്റില്ല. എങ്കിലും എന്താണ്? റെയർ ആയിട്ട് കാണുന്നതും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ട്. കാൽഷ്യം, നൈട്രജൻ, എന്തൊക്കെയുണ്ട്? പൊട്ടാസ്യം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ആറ്റോമിക നമ്പറും കൂടി നോക്കിയിട്ട് പോകുക. ബാക്കി ടോപ്പിക്കുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.